വളരെ അസ്വസ്ഥനായ ഒരു മനുഷ്യനെ ഒരു ദിവസം ഇവിടെ കൊണ്ടുവരികയാണ്. ഒരു സൈക്കാട്രിക് പേഷ്യൻ്റാണ്. അയാളിങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഭയങ്കര ശബ്ദമൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. കുറേ നാട്ടുകാർ ഇയാളൊരു ശല്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രിയുടെ കത്തായിട്ടാണ് വരുന്നത്. ഇയാൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കണം, ഇലയിൽ പോയി പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ കൂടി ഇയാളെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരികയാണ്. മുഷിഞ്ഞ് താടിയൊക്കെ നീട്ടി പല്ലൊക്കെ തേക്കാതെ അങ്ങനത്തെ ഒരു മനുഷ്യൻ വളരെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ നടക്കുക. ഞാൻ പറഞ്ഞു അവരോടൊക്കെ വന്നവരോടൊക്കെ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അയാൾ കുറേ നേരം ഇങ്ങനെ നടന്നതിന് ശേഷം അവിടെ ആ ബെഞ്ചിൻ്റെ മുകളിൽ അവിടെ പോയിരുന്നു. ആ ബെഞ്ചിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളൊരു വളണ്ടിയർ പോയിട്ട് ആ ബെഞ്ചിൻ്റെ അങ്ങേ തലക്കിലിരുന്നു. അപ്പോൾ ആ ഇരിക്കുന്ന മനുഷ്യൻ ബെഞ്ചിൻ്റെ മുകളിൽ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ വളണ്ടിയർ പോയിട്ട് അയാളുടെ കൈയിൻ്റെ മുകളിലൊന്നും കൈ വെച്ചു. വെറുതെ ഒന്നിങ്ങനെ ഒരു സ്പർശനം നടത്തി, ഒന്ന് തൊട്ടതാണ്, അതാണ് തൊടൽ. വെറുതെ ഒന്ന് കൈവച്ചു. കൈവച്ചപ്പോൾ അതുവരെ സംസാരിക്കാതെ അസ്വസ്ഥനായി നിന്നിരുന്ന മനുഷ്യൻ ഈ വളണ്ടിയറുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, ഒരു ചായ കുടിച്ചാലോ എന്ന്. അപ്പോൾ ചായ കുടിക്കാം. ഞാൻ ചായ കൊടുന്നു. ഇവർ രണ്ടുപേരും കൂടി ചായ കുടിച്ചു. അപ്പോൾ അയാളുടെ വിവരങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതുവരെ അസ്വസ്ഥനായിരുന്ന മനുഷ്യൻ അയാളൊരു മനുഷ്യനായിട്ട് കാണാൻ ഈ വളണ്ടിയർ ശ്രമിച്ചപ്പോൾ അയാൾ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ചായ കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. പിന്നെ അയാൾക്ക് ട്രീറ്റ്മെൻ്റ് എടുത്ത് ഇപ്പോഴും ഇവിടെ വരാറുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ ഒരു നോർമൽ കണ്ടീഷനിൽ ആ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത്? അയാൾ ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്? വണ്ടിയിൽ കയറ്റി എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ചെയ്തത്. പക്ഷേ ഇവിടെ ചെയ്തത് എന്താണ്? ഒന്ന് തൊടുക ചെയ്തത്. വെറുതെ ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ, കുറച്ച് നേരം ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ തൊടാൻ നമ്മൾ പാകപ്പെടണം. നമ്മുടെ ചുറ്റുമുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യരെ തൊടാൻ നമ്മൾ പാകപ്പെടണം. ഒരുപാട് കുറവുകളും ബുദ്ധിമുട്ടുകളും ദോഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ശ്രമിച്ചുകൂടാ നമുക്ക്? നമ്മൾ ഇത്രയും നേരം ഇവിടെ ഇരുന്നു, ഞാൻ കുറേ ഇവിടെ ഇന്ന് സംസാരിച്ചു. പക്ഷേ ഇത് തിരിച്ചു പോയി നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. അതിന് നമുക്ക് സാധിക്കണം. സാധിക്കുമോ? അതിനുള്ള ട്രെയിനിങ് ഉണ്ട്. വീടുകളിൽ പോയി രോഗികളെ ശുശ്രൂഷിക്കാനുള്ള ട്രെയിനിങ്. ഒരു രോഗിയുടെ അടുത്ത് ചെന്നിട്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ നടക്കുമോ? ക്യാൻസർ വന്ന് മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ നടക്കുമോ? അപ്പുറത്തുള്ള ആൾക്ക് ഇതിനേക്കാൾ വലിയ രോഗമുണ്ട്, അതുകൊണ്ട് നിങ്ങളതൊക്കെ ചെറുതല്ലേ എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അവരോട് ഇരുന്ന് സ്നേഹപൂർവ്വം കുറേ സമയം ഇരുന്ന് അവരെ കേൾക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം. അവർക്ക് നമ്മൾ പറയാൻ പാകപ്പെട്ടവരായിട്ട് നമ്മൾ പാകപ്പെടണം. അതിന് നല്ല പരിശീലനം ആവശ്യമാണ്. അതിന് നമ്മൾ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. സാമൂഹികപരമായ പ്രശ്നങ്ങളുണ്ടാവും, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാവും, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടാവും, കടബാധ്യതകളുണ്ടാവും. ഇങ്ങനെ 100 പ്രശ്നങ്ങളായിട്ടാണ് ഒരു മനുഷ്യൻ. ഇന്നിപ്പോൾ ഇവിടെ വന്നു ഒരു മനുഷ്യൻ വന്നു, 6 വയസ്സായ ഒരു കുട്ടിയാണ്. പെട്ടെന്ന് അസുഖം വന്നു, ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് മടക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരച്ഛനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അയാളുടെ അടുത്ത് ഇരിക്കാൻ പറ്റണം. അയാളുടെ പ്രശ്നം നമ്മളുടെ പ്രശ്നമായിട്ട് നമുക്ക് മാറണം. അതിന് നമ്മൾ പാകപ്പെടണം. അതിനാണ് ഈ ടൂള് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ സാമൂഹികപരമായും സാമ്പത്തികമായും എല്ലാ നിലക്കും കടബാധ്യതകൾ വന്ന ആൾക്കാരുണ്ടാവും. മക്കളെ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, പ്രായപൂർത്തിയായിട്ടുണ്ടാവും, ബുദ്ധിമുട്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഒന്ന് ചേർന്ന് നിന്നാൽ മതി, ഒന്നും കൊടുക്കണ്ട. അയാൾക്കൊരു ആശ്വാസത്തിന് വേണ്ടി അയാളുടെ കൂടെ നിൽക്കാൻ നമ്മൾ പാകപ്പെടുക എന്നുള്ളതാണ്. നേരത്തെ മൂസിനെ ചെയ്ത പണി അതാണ്. അയാളുടെ വീട്ടിൽ ചെയ്തു എന്നുള്ളത് പുറത്തേക്ക് വ്യാപിപ്പിക്കണം. മൂസിനെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതിലേക്ക് നമ്മൾ എത്തണം. എന്നാൽ ഈ ഇരുന്നതിന് കാര്യമുണ്ട്, നമ്മൾ ഈ പറഞ്ഞതിന് കാര്യമുണ്ട്, നിങ്ങളിത് കേട്ടതിന് കാര്യമുണ്ട്, അല്ലെങ്കിൽ വേസ്റ്റാണ്.